നമ്മുടെ രാജ്മ കറി ഉണ്ടാക്കാൻ പോവാണ്. അത് നമ്മൾ കുക്കറിൽ ഒരു 8 വിസിൽ കൊടുത്തു. ഇത് ഓവർനൈറ്റ് വെക്കണം. ഇതിപ്പം നമ്മൾ ബട്ടർ അമൂലിൻ്റെ ഇട്ടു. അതിനകത്തേക്ക് നമ്മൾ ഈ കടാ മസാല എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കറുവപ്പട്ട, ഗ്രാമ്പൂ, ഏലക്ക ഇതെല്ലാം കൂടെ വഴറ്റി, ഇനി അതിനകത്തേക്ക് നമ്മൾ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് അത് ഞാൻ ചതച്ചുകൊണ്ടായിരുന്നു, അതും അത് വഴറ്റി ഒരു 1.5 ടീസ്പൂൺ. ഇനി നമുക്ക് അല്പം മുളക് പൊടി, പിന്നെ മല്ലിപ്പൊടി, അതൊരു 2 ടീസ്പൂണോളം അത് വഴറ്റി. അതിനകത്തേക്ക് നമുക്ക് നമ്മുടെ ടൊമാറ്റോ കൂടി അതുകൊണ്ട് ഇട്ടു വഴറ്റി. നമുക്ക് അല്പം ഉപ്പിടണം. ഉപ്പ് ഇട്ട് വഴറ്റി നമുക്ക് നമ്മുടെ ജീരകം പൊടിച്ചത് ഒരു ടീസ്പൂണോളം ഇടണം. നമുക്ക് നമ്മുടെ ഈ രാജ്മ അത് നമുക്ക് ലിക്വിഡ് ആകുമെങ്കിൽ ഇച്ചിരി കൂടെ നമുക്ക് ഇത് ചേർക്കാം. അതിനകത്തേക്ക് നമുക്ക് ഇച്ചിരി ഗരം മസാല ചേർക്കണം. ഒരു ടീസ്പൂണോളം ഗരം മസാല ചേർത്തു. നമുക്ക് ഇച്ചിരി ആംചൂർ പൗഡർ ചേർക്കണം. നമുക്ക് ഇച്ചിരി ലിക്വിഡ് കുറവാണ്, അപ്പോൾ അതിന് അല്പം ലിക്വിഡ് ആയിട്ട് വെന്തോട്ടെ. നമ്മുടെ വേവുന്നുണ്ട്. ഇനി നമുക്ക് അല്പം ആംചൂർ പൗഡർ കൂടെ ചേർക്കണം. പിന്നെ ഇവിടെ നമ്മൾ ആംചൂർ പൗഡർ ചേർക്കാൻ പോവുകയാണ്.